ഭഗവാൻ പറഞ്ഞയച്ചതുപോലെ ഒരു ദൈവദൂതം വന്നു. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വർഷങ്ങളായിട്ട് വരുന്ന ഒരു ഭക്തനാണ്, കുടുംബ സുഹൃത്താണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പാണക്കാട് സാദിഖലി തങ്ങളെ പോയി കണ്ട് അദ്ദേഹം വഴി എനിക്ക് പരമേശ്വരൻ സാറിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ലഭിച്ച് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് ചെന്ന് കണ്ട് എല്ലാ തെളിവുകളും, അന്ന് ആ സ്ത്രീ വന്നത് അടക്കം, അവിടെ ക്ഷേത്രത്തിന് ചുറ്റും നടന്ന് ഫോട്ടോസ് എടുത്ത് പുറത്തു പോകുന്നത് തുടങ്ങി എല്ലാ തെളിവുകളും ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് കാണിച്ചു കൊടുക്കുകയും തുടർന്ന് അദ്ദേഹം ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് ഓർഡർ ഇടുകയും ചെയ്തു. കമ്മീഷണർ, ജോയിൻറ്റ് കമ്മീഷണർ, DCP പരശുരാം സാർ, അങ്ങനെ അവരുടെ ഇടപെടലുകൾ മൂലം ACP ഉമാശങ്കർ സാർ, ACP ബാനസ്വാടി ACP ഉമാശങ്കർ സാർ ഈ കേസിൻ്റെ സത്യസന്ധമായ അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുകയാണ്. നാൽപ്പത്തഞ്ച് ദിവസം ചെയ്യാത്ത തെറ്റിന് അരുൺ ജയിലിൽ കിടന്നത്. അരുണിന് ജാമ്യം കിട്ടിയിട്ടും ജാമ്യം എക്സിക്യൂട്ട് ചെയ്യാൻ പോലും ഞാൻ കുറേ ബുദ്ധിമുട്ടി. കാരണം അവിടെ ലോക്കലായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂരിൽ തന്നെ. എനിക്ക് ആരും അവിടെ പരിചയമില്ല, എങ്ങനെ എത്തിക്കുന്നു എനിക്ക് അറിയാത്ത സമയത്താണ്. അപ്പോഴും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എന്ന പോലെ ആനന്ദ് സാർ, അവിടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം വന്നു. അദ്ദേഹത്തോടും അതെ, എനിക്ക് എൻ്റെ കുടുംബത്തിന് തീരാത്ത നന്ദിയുണ്ട്. കർണാടകയിൽ 2 തരം പോലീസിനെയും ഞാൻ കണ്ടു. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ത്രീ വന്നൊരു ഇത് പറഞ്ഞപ്പോൾ കംപ്ലൈൻ്റ് എടുത്ത് അറസ്റ്റ് നടത്തിയ ആളെയും വളരെ സത്യസന്ധമായിട്ട് അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെയും ഞാൻ കണ്ടു. എല്ലായിടത്തും ഉണ്ടാവും അങ്ങനെ 2 തരം പോലീസ്, കേരളത്തിലും ഉണ്ടാവും. ഇന്നിപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഈ പറയുന്ന പ്രവീണ സംഘവും ഒരു ബോർഡ് സ്ഥാപിക്കുകയും അതേ ചൊല്ലി ആ ക്ഷേത്രത്തിനെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് വെച്ച ബോർഡ് നമ്മൾ നീക്കം ചെയ്തപ്പോൾ 2 വണ്ടി പോലീസുകാർ വന്നിട്ട് നമ്മളെ സ്റ്റാഫ് 2 പേരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഉണ്ടായത്. അന്ന് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളത് ഞങ്ങളോട് കംപ്ലൈൻറ്റ് ചെയ്യേണ്ടതായിരുന്നു എന്നാണ്. അതെന്തോ ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് ആ ബോർഡ് അതിലും വലുപ്പത്തിൽ വീണ്ടും കൊണ്ട് അവർ വെച്ചപ്പോൾ ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തു. ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, കർണാടകയിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് 2 തരം പോലീസ്. കാരണം ഈ കേസ് ആദ്യം തൃശ്ശൂർ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ കേസ് എടുത്തില്ല. മനസ്സുകൊണ്ട് ഞാൻ ഇന്ന് അദ്ദേഹത്തിന് ഒരുപാട് നന്ദി പറയുകയാണ്. ഒരു മകനെ പോലെ കണ്ട ആൾ, അല്ലെങ്കിൽ ഞങ്ങൾ സഹോദരനെ പോലെ കണ്ട ആൾ, അദ്ദേഹം വിരിച്ച വല അല്ലെങ്കിൽ അദ്ദേഹം ഇട്ട പദ്ധതി, ഞാനും കുടുംബവും അനുഭവിച്ച വേദന, 2 മാസം എൻ്റെ അനിയത്തി അനുഭവിച്ചത്, എൻ്റെ അമ്മ ഒഴുക്കിയ കണ്ണീര്, എൻ്റെ അച്ഛൻ അനുഭവിച്ച അപമാനം, എന്നിട്ട് ഇന്നും അവർ പറയുന്നത് ഞങ്ങൾക്ക് ആ ക്ഷേത്രത്തിൽ കയറി പൂജ ചെയ്യണമെന്നാണ്. എന്ത് വിശ്വാസത്തിലാണ് ഞാൻ അവരെ അകത്തേക്ക് കയറ്റേണ്ടത്? 500ഓളം പേർക്ക് അന്നദാനം നടത്തുന്ന ഒരു ക്ഷേത്രമാണത്. അന്നും പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുന്നു, ഇങ്ങനെയുള്ള ആളുകളെ ക്ഷേത്രത്തിലേക്ക് കയറ്റിയാൽ അന്നദാനത്തിൽ വിഷം കലക്കാൻ പോലും അവർ മടിക്കില്ല.